IAS 36 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് തന്നെ എന്തിനാണ് ഈ IAS 36 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കാം. സോ ഒബ്ജക്റ്റീവ് ഓഫ് IAS 36 മെയിൻലി രണ്ട് ഒബ്ജക്റ്റീവാണ് ഉള്ളത്. ഒന്ന്, എൻഷുവേഴ്സ് ദാറ്റ് അസറ്റ്സ് ആർ ക്യാരിഡ് അറ്റ് നോ മോർ ദാൻ റിക്കവറബിൾ എമൗണ്ട് ഇൻ ദ SOFP. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ നമ്മുടെ അസറ്റ്സ് റിക്കവറബിൾ എമൗണ്ടിനും മുകളിൽ എന്ത് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത്. സോ ഇതാണ് ഫസ്റ്റ് റീസൺ. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത്, if the carrying value is greater than recoverable amount, the asset is impaired and a loss is recognized. അതായത് ഒരു അസറ്റ് റിക്കവറബിൾ എമൗണ്ടിനും കാളും ക്യാരിയിങ് വാല്യൂ കൂടുതലാണെങ്കിൽ ആ അസറ്റ് ഇമ്പയർഡായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഒരു ഇമ്പയർമെൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ലോസ് ഇൻകർ ആവാറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് SOPL റെക്കഗ്നൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, IAS 36 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി എന്തിനാണ് റിക്കവറബിൾ എമൗണ്ടിനെക്കാളും മുകളിൽ നമ്മൾ ബുക്സിൽ കാണിക്കാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ ലോസോ കാര്യങ്ങളോ വന്നോ ബുക്സിൽ കാണിക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നോക്കാം. ബിക്കോസ് ഓഫ് പ്രൂഡൻസ് കോൺസെപ്റ്റ് ആൻഡ് ഓൾസോ സപ്പോർട്ട്സ് ദ കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക് ഫണ്ടമെൻ്റൽ ക്വാളിറ്റീസ്. അതായത് പ്രൂഡൻസ് കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അസറ്റിനെ റിക്കവറബിൾ എമൗണ്ടിന് മുകളിൽ കാണിക്കാത്തതും ലോസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസറ്റിനെ ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, അസറ്റിൻ്റെ വാല്യൂ കൂട്ടി കാണിച്ച് ബുക്സിൽ കാണിക്കാൻ വേണ്ടി പാടില്ല. സോ അസറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്യരുതെന്നും അതുപോലെ തന്നെ എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ വരാൻ ചാൻസ് ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്രൂഡൻസ് കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് അസറ്റ് റിക്കവറബിൾ എമൗണ്ടിനേക്കാൾ മുകളിൽ കാണിക്കരുതെന്നും നമ്മുടെ ഇമ്പയർമെൻറ്റ് ലോസ് റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറഞ്ഞത്, ബിക്കോസ് ഓഫ് പ്രൂഡൻസ് കോൺസെപ്റ്റ്. ആൻഡ് രണ്ടാമത് പറയുന്നുണ്ട്, കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്കിലെ ഫണ്ടമെൻ്റൽ ക്വാളിറ്റീസിനെ ഓൾസോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്, അല്ലേ? സോ ഫണ്ടമെൻ്റൽ ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു? ഒന്ന് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷനും രണ്ടാമത്തത് റെലവൻസും ആയിരുന്നു. എന്താണ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, എഫ് എസിൽ നമ്മൾ റിയൽ ആയിട്ടുള്ള എക്കണോമിക് വാല്യൂസ് വേണം കാണിക്കാൻ, അല്ലേ? അസറ്റിൻ്റെ റിയൽ എക്കണോമിക് വാല്യൂസ് വേണം നമ്മൾ എഫ്എസിൽ കാണിക്കാൻ. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് അസറ്റിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസ് അറിയണം, എന്നാൽ മാത്രമേ അവർക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് റെലവൻസ് എന്ന് പറയുന്നത്. സോ ഈ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷനും റെലവൻസിനെയും ഓൾസോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇമ്പയർമെൻറ്റ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ആൻ അസറ്റ് ഈസ് ഇമ്പയർഡ് ഇഫ് ക്യാരിയിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട്. റിക്കവറബിൾ എമൗണ്ടിനേക്കാളും ക്യാരിയിങ് വാല്യൂ കൂടുതലാകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു അസറ്റ് ഇമ്പയർഡായി എന്ന് പറയുന്നത്. സോ ക്യാരിയിങ് വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ, അതാണ് ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് റിക്കവറബിൾ എമൗണ്ട് എന്നുള്ളത് നോക്കാം. റിക്കവറബിൾ എമൗണ്ട്, ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് എ കമ്പനി ക്യാൻ ഗെറ്റ് ഫ്രം ആൻ അസറ്റ് എയ്തർ ബൈ യൂസിങ് ഇറ്റ് ഇൻ ദ ബിസിനസ് ഓർ സെല്ലിങ് ഇറ്റ് ടു സംവൺ എൽസ്. അതായത് റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലുള്ള ഒരു അസറ്റ്, ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ അസറ്റിൽ നിന്ന് നമുക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ യൂസിങ് ഇറ്റ് ഇൻ ദ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് വഴിയോ, അല്ലെങ്കിൽ സെല്ലിങ് ഇറ്റ് ടു സംവൺ എൽസ്, പുറത്തുള്ള ആൾക്കാർക്ക് നമ്മൾ വിൽക്കുകയോ ചെയ്യുന്നത് വഴിയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആ അസറ്റിൽ നിന്ന് മാക്സിമം എമൗണ്ട് കിട്ടുന്നത്.
സോ യൂസിങ് ഇറ്റ് ഇൻ ദ ബിസിനസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വാല്യൂ ഇൻ യൂസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ തന്നെ യൂസ് ചെയ്യുന്നു. സെല്ലിങ് ഇറ്റ് ടു സമ്മൺ എൽസ്, അതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ടു സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇമാജിൻ എ മെഷീൻ ഹാസ് ക്യാരിയിങ് വാല്യൂ ഓഫ് $70,000. $70,000 വാല്യൂ ഉള്ളൊരു അസറ്റ്, ക്യാരിയിങ് വാല്യൂ ഉള്ളൊരു അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫാക്ടറിയിലുണ്ട് എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതെനിക്കിന്ന് $50,000 സെല്ല് ചെയ്യാം. ഐ ക്യാൻ സെൽ ഇറ്റ് ടുഡേ ഫോർ $50,000. അല്ലെങ്കിൽ ഐ കുഡ് കീപ് യൂസിങ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ജനറേറ്റ് 60,000 ഇൻ വാല്യൂ ഓവർ ടൈം. അതായത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് വിൽക്കാം $50,000, അല്ലാന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ബിസിനസ്സിൽ, ഈ ഒരു അസറ്റ് എൻ്റെ ബിസിനസ്സിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു $60,000 എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക? നമ്മൾ 50,000 കിട്ടാനായിരിക്കുമോ നോക്കുന്നത്, $60,000 കിട്ടാനായിരിക്കുമോ നോക്കുന്നത്? നമ്മളെപ്പോഴും മാക്സിമം എമൗണ്ട് കളക്ട് ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ. സോ നമ്മളപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ $60,000 കിട്ടുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യും അല്ലേ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ഒരു അസറ്റ് യൂസ് ചെയ്ത് മാക്സിമം നമുക്ക് എത്ര രൂപ നമുക്ക് നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ഇവിടെ മാക്സിമം നമുക്ക് എത്രയേ കിട്ടുള്ളൂ, ഈ മെഷീനിൽ നിന്ന് $60,000 കിട്ടുള്ളൂ. സോ അതാണ് എന്തെന്ന് പറയുന്നത്, റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. സോ റിക്കവറബിൾ എമൗണ്ട് ഈസ് $60,000. The machine in my books at $70,000 is impaired. അല്ലേ, എൻ്റെ മെഷീൻ ബുക്സിൽ ഉണ്ടായിരുന്ന $70,000 മെഷീൻ എന്ത് ചെയ്തു, ഇമ്പയർഡ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റും. ബിക്കോസ് എന്താണ്, അതായത് നമ്മുടെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് $70,000 നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് $60,000. ഇവിടെ എന്താണ്, ക്യാരിയിങ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട് അല്ലേ. നമുക്ക് മാക്സിമം ആ ഒരു അസറ്റിൽ നിന്ന് $60,000 കിട്ടുള്ളൂ, പക്ഷെ ബുക്സിൽ $70,000 ആണ് കാണിക്കുന്നത്. സോ എന്താണ്, നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു, അത് ഇമ്പയർഡ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഐ ക്യാൻ ഓൺലി റിക്കവർ, എനിക്ക് എത്ര ഡോളേഴ്സ് കിട്ടുള്ളൂ, $60,000 കിട്ടിയുള്ളൂ. സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, റിക്കവറബിൾ എമൗണ്ട് ഈസ് ഹയർ ഓഫ് ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ടു സെൽ. അതായത് നമുക്ക് ഇത് മാർക്കറ്റിലേക്ക് വിൽക്കുമ്പോൾ എന്താണ്, $60,000 ആണെന്ന് വിചാരിക്കുക. ഇത് വിൽക്കാൻ വേണ്ടിയിട്ട്, ഈ $60,000 വിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ചിലവ് വരും, അതാണ് കോസ്റ്റ് ടു സെല്ല് എന്ന് പറയുന്നത്. എനിക്ക് $5,000 ചിലവ് വരും എന്ന് വിചാരിക്കുക. സോ അൾട്ടിമേറ്റ്ലി $50,000 ആണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ടു സെല്ല് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. സോ ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ടു സെല്ലാണോ കൂടുതൽ, അതോ നമ്മുടെ ബിസിനസ്സിൽ തന്നെ ആ അസറ്റ് യൂസ് ചെയ്യുന്നതാണോ കൂടുതലെന്ന് നോക്കുക. അതാണ് വാല്യൂ ഇൻ യൂസ് എന്ന് പറയുന്നത്. സോ ഇതിലേതാണോ കൂടുതൽ അതായിരിക്കും നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്പയർമെൻറ്റ് ലോസ് എന്താകും, ക്യാരിയിങ് വാല്യൂ മൈനസ് റിക്കവറബിൾ എമൗണ്ട് എത്രയാണോ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത് എത്രയാണ്, $70,000 മൈനസ് $60,000 ഈസ് ഈക്വൽ ടു $10,000 എന്ത് വരുന്നുണ്ട്, ഇമ്പയർമെൻറ്റ് ലോസ് വരുന്നുണ്ട്. സോ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ബുക്സിൽ കാണിക്കണം എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, ബിക്കോസ് ഓഫ് പ്രൂഡൻസ് കോൺസെപ്റ്റ്. സോ നമ്മൾ SOFPയിൽ ഈ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ കാണിക്കും, ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട്, SOPL. ഓക്കെ, ഇനി ഇതിൻ്റെ ജേർണൽ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ഇമ്പയർമെൻറ്റ് ലോസ്, അതായത് നമ്മൾ P&Lൽ ഇത് നമ്മൾ എക്സ്പെൻസ് ആയിട്ടല്ലേ പോവുക. സോ എക്സ്പെൻസ് കൂടിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യും അല്ലേ. ആൻഡ് ക്രെഡിറ്റ് നോൺ കറൻറ്റ് അസറ്റ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു അല്ലേ. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്,
ക്രെഡിറ്റ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. സോ ഒരു ലോസ് എന്ത് ചെയ്യുന്ന ഐറ്റമാണ്? നമ്മുടെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. സോ ദാറ്റ്സ് വൈ വി ഡെബിറ്റഡ് ആൻഡ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. ദാറ്റ്സ് വൈ വി ക്രെഡിറ്റ്. ഇതാണ് ഇമ്പയർമെൻറ്റ് ലോസിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇമ്പയർമെൻറ്റ് ലോസ് ഒക്കെ സംഭവിച്ചു. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. റെഡ്യൂസ് അസറ്റ് ടു റിക്കവറബിൾ എമൗണ്ട്. അതായത് ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ബുക്സിൽ ക്യാരിയൻ വാല്യൂ 70,000 റിക്കവറബിൾ എമൗണ്ട് $60,000 അങ്ങനെ $10,000 ഇമ്പയർമെൻറ്റ് കിട്ടി നമ്മൾ SOPL കാണിക്കും എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞില്ലേ? സോ ആ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞത് നമ്മൾ ബുക്സിൽ കാണിക്കണ്ടേ? യെസ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഇനി മുതൽ ന്യൂ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് അതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ പുതിയ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇനി മുതൽ ഈ ഒരു എക്സാമ്പിളിൽ $60,000 ആയിരിക്കും ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്, റെഡ്യൂസ് അസറ്റ് ടു റിക്കവറബിൾ എമൗണ്ട്. നമ്മൾ റിട്ടേൺ ഡൗൺ ചെയ്യണം ആൻഡ് റെക്കഗ്നൈസ് ഇമ്പയർമെൻറ്റ് ലോസ് ഇൻ SOPL ഇമ്മീഡിയറ്റ്ലി. ഇനി ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് പറയുന്നുണ്ട്. ഇഫ് റിവേഴ്സിംഗ് എ റീവാലുവേഷൻ സർപ്ലസ് ഫസ്റ്റ് റെഡ്യൂസ് ദ സർപ്ലസ് ഇൻ OCI ദെൻ എക്സസ് ലോസ് ഗോസ് ടു SOPL. അതായത് ഓൾറെഡി ആ അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു റീവാലുവേഷൻ സർപ്ലസ് നമ്മുടെ OCIയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമുക്കൊരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം പോയി ആ റീവാലുവേഷൻ സർപ്ലസിനെ റിവേഴ്സ് ചെയ്യണം. ബാക്കി എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിലാണ് SOPL ഇമ്പയർമെൻറ്റ് ലോസ് ആയിട്ട് പോവുക എന്നാണ് പറയുന്നത്. ഇവിടെയും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2022 ഒരു അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടായിരുന്നു $5,000. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ OCIയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2025 ആയപ്പോഴത്തേനും നമുക്ക് എന്ത് സംഭവിച്ചു? ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചു $8,000. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? നമ്മൾ റീവാലുവേഷൻ സർപ്ലസിനെ റെഡ്യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് $8,000 ആണ് ഇമ്പയർമെൻറ്റ് ലോസ്. ഓക്കെ, നമുക്ക് എത്ര ഡോളേഴ്സ് നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്? $5,000. സോ ഈ 8,000-ൽ $5,000 എന്ത് ചെയ്യും? റീവാലുവേഷൻ സർപ്ലസിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഓക്കെ, ആൻഡ് ബാക്കി എത്രയുണ്ട്? അതായത് 8,000-ൽ 5,000 പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ $3,000 ആണ് വരിക. ഈ $3,000 ആണ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് പോകുന്നത്? SOPL പോകുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും റീവാലുവേഷൻ സർപ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അത് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. ബാക്കി വരുന്നതാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് SOPL കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇമ്പയർമെൻറ്റ്. ഒരു അസറ്റ് ഇമ്പയർഡായി എന്ന് നമുക്ക് കുറച്ച് സൂചനകൾ കിട്ടാറുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. IAS 36 പറയുന്നത് നമ്മൾ ഓരോ റിപ്പോർട്ടിംഗ് ഡേറ്റിലും നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. IAS 36 റിക്വയേഴ്സ് ചെക്കിംഗ് ഇൻഡിക്കേറ്റേഴ്സ് അറ്റ് ഈച്ച് റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഇഫ് ആൻ ഇൻഡിക്കേറ്റർ എക്സിസ്റ്റ് പെർഫോം ആൻ ഇമ്പയർമെൻറ്റ് റിവ്യൂ. എന്തെങ്കിലും ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പയർമെൻറ്റ് റിവ്യൂ നമ്മൾ നടത്തണം എന്നാണ് പറയുന്നത്. സോ 2 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് എക്സ്റ്റേണലും രണ്ടാമത്തേത് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സുമാണ്. സോ എന്താണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് എന്നുള്ളത് നോക്കാം. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് പുറത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഫേസ്റ്റ് വന്നെന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ചേഞ്ചസ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഫോൾസ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു എന്ന് വിചാരിക്കുക.
ഓക്കെ. അസറ്റിൻ്റെ വാല്യൂ മാർക്കറ്റിൽ കുറഞ്ഞു. സോ അസറ്റിൻ്റെ വാല്യൂ മാർക്കറ്റിൽ കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നല്ലേ അർത്ഥം. സോ അവിടെ ഒരു ഇമ്പയർമെൻറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്നല്ലേ അർത്ഥം. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ ഫോൾസ്. രണ്ടാമത് ടെക്നോളജി ചേഞ്ചസ് ആണ്. പഴയ സോഫ്റ്റ്വെയർസൊക്കെ എന്താവും? ഔട്ട്ഡേറ്റഡ് ആവും അല്ലേ? ഔട്ട്ഡേറ്റഡ് ആവുന്നതനുസരിച്ച് അസറ്റിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തേണ്ടതായിട്ട് വരും. സോ അതാണ് ടെക്നോളജി ചേഞ്ചസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഡിസ്കൗണ്ട് റേറ്റ്സ് കൂടും. അതുവഴി വാല്യൂ ഇൻ യൂസ് കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. സോ അതുകൊണ്ടും നമുക്ക് ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തേണ്ടതായിട്ട് വരും. സോ ഇതാണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ്, നമ്മുടെ ബിസിനസ്സിന് പുറമേയുള്ള ഫാക്ടേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മുടെ ബിസിനസ്സിനകത്ത് ഉള്ളിൽ തന്നെയുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡാമേജ്. നമ്മുടെ അസറ്റിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ കുറയും, റിക്കവറബിൾ എമൗണ്ട് കുറയും. സോ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഇമ്പയർമെൻറ്റ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഫസ്റ്റ് ഡാമേജ്. രണ്ടാമത്തേത് ഒബ്സലൻസ്, അതായത് നമ്മുടെ ഇരിക്കുന്ന മെഷീനൊക്കെ ഓൾഡ് മോഡലാണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ അങ്ങനെയും നമ്മുടെ അസറ്റിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഒബ്സലൻസ്. മൂന്നാമത്തേത് പുവർ പെർഫോമൻസ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ് വഴി നമുക്ക് റവന്യൂ ഒന്നും പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. സോ അതാണ് പുവർ പെർഫോമൻസ്. സോ ഇത്രയും ഇൻഡിക്കേറ്റേഴ്സാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഇൻഡിക്കേറ്റേഴ്സ്, ഇതിലേതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തും. ഓക്കെ. ഇനി ആനുവൽ ഇമ്പയർമെൻറ്റ് റിവ്യൂവിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. സം അസറ്റ്സ് റിക്വയർ ആനുവൽ റിവ്യൂ ഈവൻ ഇഫ് നോ ഇൻഡിക്കേറ്റേഴ്സ് എക്സിസ്റ്റ്. എല്ലായിടത്തും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായാൽ മാത്രമേ ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തും എന്നൊന്നുമില്ല. ചില അസറ്റുകൾക്ക് നമ്മൾ എല്ലാ കൊല്ലവും ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് ഗുഡ് വിൽ അക്വയർഡ് ഇൻ ബിസിനസ് കോമ്പിനേഷൻ. ബിസിനസ് കോമ്പിനേഷനിൽ നമ്മൾ അക്വയർ ചെയ്ത ഗുഡ് വിൽ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കൊല്ലവും ഇമ്പയർമെൻറ്റ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. രണ്ടാമത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വിത്ത് ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ്. നമ്മളിത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ കുറിച്ച് പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫുള്ള അസറ്റുകൾ, അതായത് ആ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് നമുക്കറിയില്ല, അതിൽ നിന്ന് എത്ര കൊല്ലം ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യും എന്നറിയാത്ത സിറ്റുവേഷനെയാണ് ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. സോ ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കൊല്ലവും ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തണം. മൂന്നാമത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ് നോട്ട് യെറ്റ് റെഡി ഫോർ യൂസ്. നമ്മൾ ഇതുവരെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവാത്ത ഇൻടാഞ്ചിബിൾ അസറ്റുകളെയും നമ്മൾ എന്ത് ചെയ്യണം? ഇയർ എൻഡിൽ നമ്മൾ ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് ഓൾ അബൌട്ട് ഇമ്പയർമെൻറ്റ് റിവ്യൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് CGUവിനെ കുറിച്ചിട്ടാണ്, ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കുഞ്ഞു കുഞ്ഞ് അസറ്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് അസറ്റിനെയാണ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ഗ്രൂപ്പ് ഓഫ് അസറ്റ് ദാറ്റ് ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ടുഗെദർ. ഈ ഒരു അസറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നോട്ട് ഇൻഡിവിജ്വലി. സോ ആ സ്മോളസ്റ്റ് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിനെയാണ് നമ്മൾ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു കോഫി ഷോപ്പ് നടത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, സോ ആ ഒരു കോഫി ഷോപ്പിനുള്ളിൽ എന്തുണ്ട്? കോഫി മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഉണ്ട്, ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഇനി നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ഈ കോഫി മെഷീൻ അല്ലെങ്കിൽ ഫർണിച്ചർ ഇതെല്ലാം ഒറ്റയ്ക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇല്ലല്ലേ. നമ്മുടെയിലേക്ക് ക്യാഷ് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഓൾ ഷോപ്പ് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ക്യാഷ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമ്മുടെ എൻ്റയർ കോഫി ഷോപ്പ് എന്ന് പറയുന്നത് ഒരു
ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ കോഫി ഷോപ്പ് ഫുള്ളി ഒരുമിച്ച് ഇതിനകത്തുള്ള എല്ലാ അസറ്റ്സും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. സോ അങ്ങനെയുള്ള അസറ്റുകളെയാണ് നമ്മൾ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിനും ഇമ്പയർമെൻറ്റ് സംഭവിക്കാറുണ്ട്. സോ ഇമ്പയർമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ക്യാരിയിങ് വാല്യൂവും റിക്കവറബിൾ എമൗണ്ടും തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മളിവിടെ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂവും ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ടും ആണ് എടുക്കുന്നത്. സോ എങ്ങനെയാണ് ക്യാരിയിങ് വാല്യൂ അല്ലെങ്കിൽ ക്യാരിയിങ് വാല്യൂ ഓഫ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിലുള്ള ഓരോ അസറ്റിൻ്റെയും ക്യാരിയിങ് വാല്യൂ കൂട്ടിയാൽ മതി. അതായത് നമ്മളിവിടെ പറഞ്ഞു നമ്മുടെ കോഫി മെഷീൻ, അതേപോലെ തന്നെ ഫേർണിച്ചർ, ഇതിൻ്റെയൊക്കെ ക്യാരിയിങ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 $50 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുക, 150. ഇതാണ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് റിക്കവറബിൾ എമൗണ്ടും. രണ്ടുപേരുടെയും റിക്കവറബിൾ എമൗണ്ട് ആഡ് ചെയ്യുക. നമ്മുടെ കോഫി മെഷീൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 60യും ഫേർണിച്ചറിൻ്റെ റിക്കവറബിൾ എമൗണ്ട് 40 ആണെന്ന് വിചാരിക്കുക. 60യും 40യും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടും. ഇതാണ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്നും പറയുന്നത്. സോ ഈ രണ്ട് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് 150 മൈനസ് 100 ചെയ്യുമ്പോൾ നമുക്ക് $50 കിട്ടും. സോ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിന് $50 ഇമ്പയർമെൻറ്റ് നടന്നിട്ടുണ്ട്, ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കറണ്ട് അസറ്റ്സുകളിൽ, അതായത് നമ്മുടെ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൽ കറണ്ട് അസറ്റുകൾ കാണുമല്ലോ. ഈ കറണ്ട് അസറ്റിന് നമ്മൾക്ക് ഇമ്പയർമെൻറ്റ് സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. നോ ഇമ്പയർമെൻറ്റ് ഫോർ കറണ്ട് അസറ്റ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ആർ ഓൾറെഡി മെഷേർഡ് അറ്റ് എമൗണ്ട്സ് ക്ലോസ് ടു ദെയർ റിക്കവറബിൾ എമൗണ്ട്. സോ ദെയർ വാല്യൂ ഈസ് ഓൾറെഡി റിയലിസ്റ്റിക് ആൻഡ് റിക്കവറബിൾ. കറണ്ട് അസറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഇൻവെൻട്രി. ഓക്കെ, നമ്മൾ ഇൻവെൻട്രി എങ്ങനെയാണ് മെഷർ ചെയ്തിരുന്നത്, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തേ. ലോവർ കോസ്റ്റ് ഓർ NRV, ഇതിലേതായിരുന്നോ കുറവ് അതാണ് നമ്മൾ ഇൻവെൻട്രി ആയിട്ട് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്തിരുന്നത്. സോ നമ്മൾ ഓൾറെഡി ഏത് എമൗണ്ടിലോട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, റിക്കവറബിൾ എമൗണ്ടിലോട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള എമൗണ്ടിലാണ് നമ്മൾ ഓൾറെഡി കറണ്ട് അസറ്റുകൾ മെഷർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, കറണ്ട് അസറ്റിന് ഇമ്പയർമെൻറ്റ് ചാർജ് ചെയ്യാത്തത്. ഓക്കെ, സോ കറണ്ട് അസറ്റ്സിന് നമുക്ക് ഫുള്ളി റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും എമൗണ്ട്, അവിടെ ഇമ്പയർമെൻറ്റ് ലോസ് ഇല്ല. ഓക്കെ, ഇനി രണ്ടാമത്തത് ഫുൾ ക്യാരിയിങ് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ചേഞ്ച് ഇഫ് ഇമ്പയർഡ്. അതായത് ഇമ്പയർമെൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഗുഡ് വില്ലിൻ്റെ ഫുൾ ക്യാരിയിങ് വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ആവും എന്നാണ് പറയുന്നത്. ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രാൻഡ് വാല്യൂ, റെപ്യൂട്ടേഷൻ, അതുപോലെ തന്നെ കസ്റ്റമർ ലോയലിറ്റി എക്സെട്ര, ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഈ ഗുഡ് വിൽ എന്ന് പറയുന്ന ഐറ്റമാണ് ഫസ്റ്റ് ഇമ്പയർമെൻറ്റ് നടക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ് വില്ല് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ടാണില്ലേ, ഇത് നമ്മുടെ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ്. സോ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിന് ഇമ്പയർമെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫുള്ളി ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിക്കുന്നത് ഗുഡ് വില്ലിനാണ്. ഓക്കെ, കാരണം ഇത് ഇൻഡിപെൻഡൻറ്റ് ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇത് മോസ്റ്റ് സെർട്ടൈൻ ആയിട്ടുള്ള അസറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗുഡ് വില്ലിന് ഫുൾ ഇമ്പയർമെൻറ്റ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ചാർജ് ഇമ്പയർമെൻറ്റ് ലോസ് ഫോർ അതർ അസറ്റ്സ് ഓൺ പ്രോ റാറ്റ ബേസിസ്. ബാക്കിയുള്ള ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിലെ അസറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്യാരിയിങ് വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് ചാർജ് ചെയ്ത് പോകുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Finsbury Company has a cash generating unit that suffers a large drop in income due to reduced demand for its products. അല്ലേ, അതായത് നമ്മുടെ ഈ ഫിൻസ്ബറി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. അവരുടെ ഇൻകത്തിൽ ഒരു വലിയ ഇടിവ് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം
പ്രോഡക്ട്സിൽ എന്ത് വരുന്നുണ്ട്, ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട്. സോ അവിടെ എന്തുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് അല്ലേ. സോ അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ഇൻഡിക്കേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഈ കമ്പനി എന്ത് ചെയ്തു, ഒരു ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തി. ആൻഡ് ഇമ്പയർമെൻറ്റ് റിവ്യൂ വാസ് ക്യാരിഡ് ഔട്ട് ആൻഡ് റിക്കവറബിൾ എമൗണ്ട് ഓഫ് ദ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് വാസ് ഡിറ്റർമൈൻഡ് അറ്റ് $100 million. നമ്മുടെ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് ആയിട്ട് $100 million ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. The assets of the cash generating unit had the following carrying amount immediately prior to the impairment. ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിലുള്ള അസറ്റുകൾ ഏതാണെന്നും അവരുടെ ക്യാരിയിങ് എമൗണ്ട്സും ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പയർമെൻറ്റ് ചാർജ് ചെയ്ത് നോക്കാം അല്ലേ. സോ ഗുഡ് 25 million ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻടാഞ്ചിബിൾസ് 60 million, PPE 30 million, ഇൻവെൻട്രി 15 million, ട്രേഡ് റിസീവബിൾസ് 10 million ആണെന്നും പറയുന്നുണ്ട്. ദ ഇൻവെൻട്രി ആൻഡ് റിസീവബിൾസ് ആർ കൺസിഡേർഡ് ടു ബി ഇൻക്ലൂഡഡ് അറ്റ് റിക്കവറബിൾ എമൗണ്ട്സ്. അതായത് നമ്മുടെ ട്രേഡ് റിസീവബിൾസിനും അതുപോലെ തന്നെ ഇൻവെൻട്രിക്കും എന്താണ്, റിക്കവറബിൾ എമൗണ്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കാരണം ഇൻവെൻട്രിയും ട്രേഡ് റിസീവബിൾസും എന്താണ്, കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിന് ഇമ്പയർമെൻറ്റ് ലോസ് ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ അവർക്ക് ഫുള്ളി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. What is the carrying amount of the intangibles once the impairment loss has been allocated? ഇമ്പയർമെൻറ്റ് ലോസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കുന്നതായി നമുക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാ അസറ്റ്സിൻ്റെ റിക്കവറബിൾ എമൗണ്ടും ഇമ്പയർമെൻറ്റ് ലോസും കണ്ടുപിടിക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഇത് ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തെഴുതിയിട്ടുണ്ട്. ടോട്ടൽ ക്യാരിയിങ് വാല്യൂ ഓഫ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് $140, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റിക്കവറബിൾ എമൗണ്ട് $100 ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇൻടാഞ്ചിബിൾസിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഗുഡ്വില് ഫസ്റ്റ് ഇമ്പയർമെൻറ്റ് സംഭവിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. ഗുഡ്വില് ഫുള്ളി ഇമ്പയർഡ് ആവും എന്ന് നമുക്ക് അറിയാം. സോ ഗുഡ്വിൽ ഫുള്ളി ഇമ്പയർമെൻറ്റ് നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്വിൽ നമുക്ക് ഒന്നും റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. റിക്കവറബിൾ എമൗണ്ട് ഗുഡ്വില്ലിൻ്റെ എപ്പോഴും 0 ആയിരിക്കും. ആൻഡ് ഇൻവെൻട്രിയും ട്രേഡ് റിസീവബിൾസും ഇവർ രണ്ടുപേരും ആരാ, കറണ്ട് അസറ്റുകളാണ്. കറണ്ട് അസറ്റിന് ഇമ്പയർമെൻറ്റ് ലോസ് ഇല്ല എന്നും ഫുള്ളി റിക്കവറബിൾ ആണെന്ന് നമ്മൾ പഠിച്ചു. സോ ഇൻവെൻട്രി നമുക്ക് ഫുള്ളി റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും 50 million. ട്രേഡ് റിസീവബിൾസും നമുക്ക് ഫുള്ളി റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും 10 million. ഇനി നമുക്കിവിടെ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂവും റിക്കവറബിൾ എമൗണ്ടും ഉണ്ട്. എങ്കിൽ നമുക്ക് ഇമ്പയർമെൻറ്റ് ലോസ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, 140 - 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 40 കിട്ടും. അതാണ് നമ്മുടെ ടോട്ടൽ ഇമ്പയർമെൻറ്റ് ലോസ് ഫോർ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്കിതാ ഇവിടെ ഗുഡ്വില്ലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇമ്പയർമെൻറ്റ് ലോസ് കണ്ടുപിടിച്ചൂടെ. 25 million 0 പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗുഡ്വില്ലിന് ഫുൾ ഇമ്പയർമെൻറ്റ് സംഭവിക്കും. 25 million ഫുൾ ഇമ്പയർമെൻറ്റ് സംഭവിച്ചു. ഇൻവെൻട്രിയുടെയും ട്രേഡ് റിസീവബിൾസിൻ്റെയും കാര്യം നോക്കാം. ഇത് കറണ്ട് അസറ്റാണ്, അവർക്ക് എന്ത് സംഭവിക്കില്ല, ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിക്കില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻടാഞ്ചിബിൾസിൻ്റെയും PPEയുടെയും എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ടോട്ടൽ ക്യാരിയിങ് വാല്യൂ 140. ഇവിടെ നമ്മൾ ആരുടെയൊക്കെ കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ ഗുഡ്വില്ലിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഇൻവെൻട്രിയുടേതും ട്രേഡ് റിസീവബിൾസിൻ്റെയും കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഇനി ബാക്കി എത്ര റിമൈനിങ് ക്യാരിയിങ് വാല്യൂ ബാലൻസ് ഉണ്ടെന്ന് നോക്കാം. റിമൈനിങ് ക്യാരിയിങ് വാല്യൂ, ഇത് റിമൈനിങ് ആണ്. റിമൈനിങ് ക്യാരിയിങ് വാല്യൂ 140 ടോട്ടൽ ഉണ്ടായിരുന്നു. അതിൽ 25 million ഡിസ്കസ് ചെയ്തു, 15 million-ൻ്റെയും 10 million-ൻ്റെയും ഡിസ്കസ് ചെയ്തു. സോ നമുക്കിനി ബാലൻസ് ക്യാരിയിങ് വാല്യൂ എത്രയുണ്ട്, $90 ആണ് നമുക്ക് ബാലൻസ്, നമുക്ക് ക്യാരിയിങ് വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് ഒന്നുകിൽ റിക്കവറബിൾ എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഇമ്പയർമെൻറ്റ് ലോസിൻ്റെത് നമുക്ക് നോക്കാം. നമുക്കിവിടെ റിക്കവറബിൾ എമൗണ്ടിൻ്റെ റിമൈനിങ് നോക്കാം. റിമൈനിങ് വാല്യൂ ഓഫ് റിക്കവറബിൾ എമൗണ്ട്. ഓക്കെ, ഈ റിക്കവറബിൾ എമൗണ്ട് ടോട്ടൽ $100 ആണ്. അതിൽ നമ്മൾ
$0 ഡിസ്കസ് ചെയ്തു, $15 കാര്യം ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ $10 കാര്യവും ഡിസ്കസ് ചെയ്തു. ബാക്കി ഇനി എത്രയാണുള്ളത്? $75 ആണ് റിക്കവറബിൾ എമൗണ്ട് ആയിട്ട് ഇനി ഉള്ളത്. ഇനി നമുക്ക് ഓരോ ആൾക്കാരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യന് പറയുന്നുണ്ട് എത്ര? 60 മില്യൺ ആണെന്ന്. സോ 60 മില്യൺ ക്യാരിയിങ് വാല്യൂ ഉള്ള ഇൻടാഞ്ചിബിൾ അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? റിക്കവറബിൾ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബാലൻസ് എത്രയാണോ റിക്കവറബിൾ എമൗണ്ട് ഉള്ളത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ ടോട്ടൽ എന്ത് ചെയ്യണം എന്നറിയാവോ? നമ്മുടെ റിമൈനിങ് ക്യാരിയിങ് വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 90. സോ നമുക്ക് 50 എന്ന് പറഞ്ഞ് കിട്ടും. ഈ 50 ആണ് നമ്മുടെ ഇൻടാഞ്ചിബിൾസിൻ്റെ റിക്കവറബിൾ എമൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റിക്കവറബിൾ എമൗണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ 50 ആണ് റിക്കവറബിൾ എമൗണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പയർമെൻറ്റ് ലോസ് എത്രയായിരിക്കും? 60 മൈനസ് 50 എന്ന് പറയുന്നത് 10 ആണ്. സോ $10 നമ്മുടെ ഇൻടാഞ്ചിബിൾസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പയർമെൻറ്റ് ലോസ് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ PPE ഇടുകയും ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഇൻടാഞ്ചിബിൾസ് എന്നുള്ളത് മാറ്റി നമ്മൾ PPE എന്ന് എഴുതുകയാണ്. ഓക്കെ, PPയുടെ ക്യാരിയിങ് വാല്യൂ എത്രയാണ്? 30 മില്യൺ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 30 മില്യൻ്റെ കൂടെ റിമൈനിങ് എത്രയാണോ റിക്കവറബിൾ എമൗണ്ട്, നമ്മളിവിടെ എന്താണ് അലോക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ റിക്കവറബിൾ എമൗണ്ട് ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ബാലൻസ് എത്രയാണോ റിക്കവറബിൾ എമൗണ്ട്, ആ റിക്കവറബിൾ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം നമുക്ക് PPയിലോട്ട് റിക്കവറബിൾ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, അതുകൊണ്ട്. പക്ഷെ നമുക്ക് മുഴുവനായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ റിമൈനിങ് ഉള്ള ക്യാരിയിങ് വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. സോ 30 × 75 ഡിവൈഡഡ് ബൈ 90 എന്ന് പറയും $25 ആണ് നമുക്ക് കിട്ടുക. 25 നമുക്ക് റിക്കവറബിൾ എമൗണ്ട് എഴുതാം. അപ്പോൾ എത്രയായിരിക്കും ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത്? 30 മൈനസ് 25 5 മില്യൺ ആയിരിക്കും അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് നമ്മൾ പ്രോ റാറ്റ ബേസിസിൽ ഇമ്പയർമെൻറ്റ് ലോസ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ അൾട്ടിമേറ്റ്ലി എന്തായിരുന്നു? നമ്മുടെ ക്യാരിയിങ് എമൗണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയെന്നാണ്. ഇമ്പയർമെൻറ്റ്, അതായത് അസറ്റ് ഇമ്പയർഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന റിക്കവറബിൾ എമൗണ്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? $50 മില്യൺ ആണ് കേട്ടോ. ഇതാണ് ഇനി മുതൽ നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഗുഡ് വില്ലിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എപ്പോഴും 0 ആയിരിക്കും. ആൻഡ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഗുഡ് വില്ലിൻ്റെ ക്യാരിയിങ് വാല്യൂ അതായിരിക്കും ഇമ്പയർമെൻറ്റ് ലോസ് ആയിട്ട് വരുന്നത്. ആൻഡ് കറണ്ട് അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ക്യാരിയിങ് വാല്യൂ എത്രയാണോ അതായിരിക്കും. ആൻഡ് ഇമ്പയർമെൻറ്റ് ലോസ് 0 ആയിരിക്കും. ബാക്കി വരുന്ന അസറ്റിനെ നമ്മൾ പ്രോ റാറ്റ ബേസിസിൽ നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കലാണ് പതിവ്. ഇനി നമ്മുടെ IAS 36 ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. റിവേഴ്സൽ ഓഫ് ആൻ ഇമ്പയർമെൻറ്റ് ലോസ്. ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു ഇമ്പയർമെൻറ്റ് ലോസ് ഉണ്ടാവുന്നു. ഇമ്പയർമെൻറ്റ് ലോസ് വരുമ്പം അഫ്കോഴ്സ് നമ്മൾ SOPL ഇമ്പയർമെൻറ്റ് ലോസ് കാണിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് കാലങ്ങൾ കഴിയുന്ന സമയത്ത് സിറ്റുവേഷൻസ് ഒക്കെ ബെറ്റർ ആയപ്പോഴത്തേനും എന്ത് ചെയ്തു? ആ ഒരു അസറ്റിന് വാല്യൂ ചേഞ്ചായി, വാല്യൂ കൂടിയെന്ന് വിചാരിക്കുക. സോ അങ്ങനെ വാല്യൂ കൂടുന്ന സമയത്ത് നമ്മൾ ഈ ഇമ്പയർമെൻറ്റ് ലോസ് ഇല്ലേ ഇതിനെ റിവേഴ്സ് ചെയ്യണം. ഇത് ഞാൻ ജസ്റ്റ് തിയറി പോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സിലാവില്ല. നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വച്ചിട്ട് ചെയ്ത് നോക്കാം. Boxer purchased a non-current asset on 1st January 2001 at a cost of $30,000. ബോക്സർ എന്ത് ചെയ്തു? ഒരു നോൺ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്തു January 1, 2001. സോ കോസ്റ്റ് $30,000 ആണ്. അറ്റ് ദാറ്റ് ഡേറ്റ് ദ അസറ്റ് ഹാഡ് ആൻ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് 10 years. ആൻഡ് ആ ഒരു ദിവസം മുതൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷത്തേക്കാണ്. Boxer does not revalue this type of asset.
സോ നമ്മുടെ ബോക്സർ എന്ത് ചെയ്യില്ല, ഈ ടൈപ്പ് ഓഫ് അസറ്റ് റീവാല്യൂ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി റീവാലുവേഷൻ മെത്തേഡല്ല ഇവർ ഫോളോ ചെയ്യുന്നത് സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് ആയിട്ട്. ബട്ട് അക്കൗണ്ട് ഫോർ ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. യെസ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെന്ന് ഇത്രയും വായിക്കുമ്പോൾ മനസ്സിലാവും. At 31st December 2002, the asset was subject to an impairment review and had a recoverable amount of $16,000. നമ്മൾ 31st December 2002 ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തി. റിക്കവറബിൾ എമൗണ്ട് $16,000 ആണെന്ന് മനസ്സിലായി. At 31st December 2005, the circumstances which caused the original impairment to be recognized have reversed and no longer applicable, with the result that the recoverable amount is $40,000 now. അതായത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ എന്ത് ചെയ്തു, അസറ്റിന് കുറച്ച് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടായി. സോ അത് കാരണം നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് $40,000 ആയി. ഓക്കെ, ആൻഡ് നമ്മളിപ്പം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ ആദ്യം ഇമ്പയർമെൻറ്റ് ചാർജ് ചെയ്തത് നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നു. റിക്വയർഡ് എക്സ്പ്ലെയിൻ ദ സപ്പോർട്ടിംഗ് കമ്പ്യൂട്ടേഷൻസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ 2 ഇമ്പയർമെൻറ്റ് റിവ്യൂ. നമുക്ക് ഓരോ കൊല്ലവും ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാം. സോ 1st January 2001 നമ്മൾ നോൺ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്തു. കോസ്റ്റ് $30,000 യൂസ്ഫുൾ ലൈഫ് 10 years ആയിരുന്നു. ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ കറണ്ട് അസറ്റിന് എന്ത് ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അത് ചെയ്യുമ്പോഴത്തേനും സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റ്യന് തന്നിട്ടില്ല, സോ 0 ആണെന്ന് അസ്യൂം ചെയ്യുക. 30,000 മൈനസ് 0 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ $3,000 പെർ ഇയർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡേറ്റ് എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് അടുത്ത് വരുന്ന മാറ്റം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 31st December 2002 ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തി ആൻഡ് റിക്കവറബിൾ എമൗണ്ട് $16,000 ആണെന്ന് പറയുന്നു. ഇമ്പയർമെൻറ്റ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പയറിങ് റിക്കവറബിൾ എമൗണ്ട് ആൻഡ് ക്യാരിയിങ് വാല്യൂ. റിക്കവറബിൾ എമൗണ്ട് $16,000 എന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. ക്യാരിയിങ് വാല്യൂ അറിയാവോ? ഇല്ല, കണ്ടുപിടിക്കുക. ഇനിഷ്യൽ കോസ്റ്റ് $30,000 ആയിരുന്നു. കോസ്റ്റിൽ നിന്ന് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് 2001 ആണ് ആൻഡ് ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തുന്നത് എന്ന് പറയുന്നത് രണ്ടാമത്തെ കൊല്ലം 2002. സോ ഇവിടെ എത്ര വർഷം എടുക്കുന്നുണ്ട്? 2001 2002 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. സോ 2 വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. സോ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ $6,000 ആണ്. സോ ടോട്ടൽ ഡിപ്രീസിയേഷൻ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 6,000 ആയി. സോ കോസ്റ്റ് മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 30,000 മൈനസ് 6,000 $24,000 എന്ത് കിട്ടി? നമുക്ക് ക്യാരിയിങ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് റിക്കവറബിൾ എമൗണ്ടും ക്യാരിയിങ് വാല്യൂവും കൂടെ കമ്പയർ ചെയ്തൂടെ? കമ്പയർ ചെയ്യാം. 16,000 24,000 കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായി ക്യാരിയിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട്. സോ ദെയർഫോർ അവിടെ എന്തുണ്ടായി? ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. സോ ഇമ്പയർമെൻറ്റ് ലോസ് ഈക്വൽ ടു 24,000 മൈനസ് 16,000 ഈസ് ഈക്വൽ ടു $8,000. ഇമ്പയർമെൻറ്റ് ലോസ് ഉണ്ടായി. ഇതെവിടെ പോവും? SOPL പോവും. ഇനി അങ്ങോട്ട് നമ്മുടെ പുതിയ ക്യാരിയിങ് വാല്യൂ എന്താണോ റിക്കവറബിൾ എമൗണ്ട് അതിലേക്ക് അസറ്റിനെ റിട്ടേൺ ഡൗൺ ചെയ്യുക. സോ ന്യൂ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് റിക്കവറബിൾ എമൗണ്ട് ആയിട്ടുള്ള $16,000 ആണ്. സോ എങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് നോക്കാം. ന്യൂ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ക്യാരിയിങ് വാല്യൂ ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എത്രയാണെന്ന് നോക്കുക. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ടോട്ടലി 10 year ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ 2002 നിൽക്കുന്നത്. സോ 10ന്ന് 2 കൊല്ലം പോയി കഴിഞ്ഞാൽ ഇനി 8 കൊല്ലമാണ് ബാലൻസ് ഉള്ളത്. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 8 years ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 16,000 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ 2,000 പെർ ഇയർ എന്ത് ചെയ്തു? പുതിയ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടി. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കാം അല്ല. ഈ ഒരു മാറ്റം സംഭവിക്കുന്നതിലൂടെ നമ്മുടെ ബുക്സിൽ നടക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ എഴുതിയത്. ഇനി എന്ത് മാറ്റമാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ആ 31st December 2005 എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇവിടെ ഒരു റിവേഴ്സൽ സംഭവിക്കുന്നുണ്ട്. റിക്കവറബിൾ എമൗണ്ട് 40,000 ആവുന്നു എന്ന് പറയുന്നു. സോ ഇനി ആ ഒരു ഡേറ്റ് എഴുതുക.
December 2005 റിവേഴ്സൽ ഓഫ് ഇമ്പയർമെൻറ്റ് ലോസ്. ഓക്കെ, ഓരോ ഡേറ്റ് നമ്മൾ പുതിയ ഡേറ്റിൽ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴത്തെ ക്യാരിയിങ് വാല്യൂ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ക്യാരിയിങ് വാല്യൂ അറ്റ് ദാറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 ഇത് 2002 അവസാനം മുതൽ 2005 അവസാനം വരെ എന്ന് പറയുമ്പോൾ 3 ഇയർ ആണ്. സോ 3 ഇയർ ഡിപ്രീസിയേഷൻ നമുക്ക് എത്ര കിട്ടും? $6,000 എന്നുള്ളത് കിട്ടും. സോ 16,000 മൈനസ് $6,000 എന്ന് പറയുന്നത് 10,000 നമുക്ക് ക്യാരിയിങ് വാല്യൂ ആയിട്ട് കിട്ടും. എന്നത്തെ 31 December 2005 റിക്കവറബിൾ എമൗണ്ട് $40,000 ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫുള്ളി $40,000 വരെ ഈ ഒരു റിക്കവറബിൾ എമൗണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? റിവേഴ്സൽ നടത്താൻ വേണ്ടി പറ്റില്ല. റിവേഴ്സൽ നമുക്ക് നടത്താൻ വേണ്ടി പറ്റുന്നത് നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലും വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് റിവേഴ്സൽ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ക്യാരിയിങ് വാല്യൂ വിത്തൗട്ട് ഇമ്പയർമെൻറ്റ് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ 1 January 1 എന്ത് ചെയ്തു? $30,000 അസറ്റ് പർച്ചേസ് ചെയ്തു, 10 ഇയർ യൂസ്ഫുൾ ലൈഫ്. ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ ഒരു ഐറ്റം, ഈ ഒരു 31 December 2002 ഐറ്റംസ് നടന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അതിന് ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യത്തെ ഡിപ്രീസിയേഷൻ അല്ലേ? ആദ്യത്തെ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? $30,000 ഡിവൈഡഡ് ബൈ 10 ഇട്ട് ചെയ്തപ്പോൾ നമുക്ക് 3,000 കിട്ടി. അത് 5 കൊല്ലത്തേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ $15,000 കിട്ടും. സോ $30,000 മൈനസ് $15,000 ആയിരുന്നു. ഇമ്പയർമെൻറ്റ് ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്യാരിയിങ് വാല്യൂ, നമുക്ക് ക്യാരിയിങ് വാല്യൂ വിത്തൗട്ട് ഇമ്പയർമെൻറ്റ് കിട്ടിയില്ല. ഇപ്പോൾ 15,000 നമുക്ക് ഈ ഒരു എമൗണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? റിവേഴ്സൽ ചെയ്യാൻ വേണ്ടി പറ്റൂ. റിക്കവറബിൾ എമൗണ്ട് 14,000 വരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? റിക്കവറബിൾ നടത്താൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ഐറ്റവും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ക്യാരിയിങ് വാല്യൂ അറ്റ് ദാറ്റ് ഡേറ്റ്, അതായത് ഇമ്പയർമെൻറ്റ് റിവേഴ്സൽ സംഭവിക്കുന്ന അന്നത്തെ ക്യാരിയിങ് വാല്യൂവും കൂടെയാണ് എടുക്കേണ്ടത്. സോ ക്യാരിയിങ് വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് റിവേഴ്സലും ക്യാരിയിങ് വാല്യൂ വിത്തൗട്ട് ഇമ്പയർമെൻറ്റ് ലോസും കൂടെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 5,000 നമുക്ക് കിട്ടും. ഈ 5,000 നമ്മൾ SOPL എന്തായിട്ട് കാണിക്കും? ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും അല്ലേ? ഇമ്പയർമെൻറ്റ് റിവേഴ്സൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഇൻകമായിട്ട്. എന്തിനായിട്ട് ഇൻകമായിട്ട് കാണിച്ചത്? നമ്മൾ ഓൾറെഡി ഇമ്പയർമെൻറ്റ് ലോസ് എന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ $8,000 ഓൾറെഡി കാണിച്ചിരുന്നു. ഇതിൽ നമുക്ക് 5,000 വരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓൾറെഡി എക്സ്പെൻസ് ആയിട്ട് കാണിച്ച ഒരു ഐറ്റത്തിനെ റിവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻകമായിട്ട് കാണിച്ചാൽ മതി. സോ ദാറ്റ്സ് വൈ വി charge 5,000 as income in SOPL. സോ ഇമ്പയർമെൻറ്റ് റിവേഴ്സൽ 5,000 വരെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റൂ. സോ ഇനി ക്യാരിയിങ് വാല്യൂ എത്രയായി? ക്യാരിയിങ് വാല്യൂ വിത്തൗട്ട് ഇമ്പയർമെൻറ്റ് $15,000 ആയിരിക്കും നമ്മുടെ പുതിയ ന്യൂ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിവേഴ്സൽ ഓഫ് ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിക്കുന്ന സമയത്ത് നോർമലി ഇമ്പയർമെൻറ്റ് ലോസൊക്കെ എങ്ങനെയാണോ ചാർജ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്ത് വരും. അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. റിവേഴ്സൽ ഓഫ് ഇമ്പയർമെൻറ്റ് ലോസ് റിവേഴ്സൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാരിയിങ് വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് റിവേഴ്സലും ക്യാരിയിങ് വാല്യൂ വിത്തൗട്ട് ഇമ്പയർമെൻറ്റും കമ്പയർ ചെയ്യുക. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അതായിരിക്കും SOPL റിവേഴ്സൽ ഓഫ് ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻകമായിട്ട് പോകുന്നത്. ആൻഡ് ക്യാരിയിങ് വാല്യൂ വിത്തൗട്ട് ഇമ്പയർമെൻറ്റ് നമ്മുടെ പുതിയ ക്യാരിയിങ് വാല്യൂ ആയിട്ട് മാറുകയും ചെയ്യും. സോ ഇതാണ് റിവേഴ്സൽ ഓഫ് ഇമ്പയർമെൻറ്റ് ലോസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തിനാണ് നമ്മൾ ആ ഒരു റിവേഴ്സിബിൾ എമൗണ്ടിലേക്ക് കാണിക്കാണ്ട് ക്യാരിയിങ് വാല്യൂ വിത്തൗട്ട് ഇമ്പയർമെൻറ്റിൽ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പയർമെൻറ്റ് ചാർജ് ചെയ്യാതെ ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിച്ച് വന്നിരുന്നെങ്കിൽ ഇത്ര എമൗണ്ട് ആവില്ലായിരുന്നു.
അതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് IAS 36 പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ ഓവർ സ്റ്റേറ്റഡ് ആയിട്ട് പോവും. സോ പ്രൂഡൻസ് കോൺസെപ്റ്റ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നതാവും. അതുകൊണ്ടാണ് നമ്മൾ ക്യാരിയിങ് വാല്യൂ വിത്തൗട്ട് ഇമ്പയർമെൻറ്റ്, നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലോട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവേഴ്സൽ ഓഫ് ഇമ്പയർമെൻറ്റ് ലോസ് നടത്തുന്നത്.